ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചില്ലി സോയയുടെ റെസിപ്പി ആയിട്ടാണ്. സോയ ചില്ലിയുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് സോയ ചങ്ക്സ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ സോയ ചങ്ക്സിലേക്ക് ഉപ്പ് നന്നായിട്ട് പിടിച്ചു വരികയുള്ളൂ. അപ്പോൾ അത് മറക്കരുത്, ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 1 കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2-3 മിനിറ്റ് അത്ര മതിയാവും. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും സോയ ചങ്ക്സ് നല്ല സോഫ്റ്റായിട്ട് വരും. സോയ ചങ്ക്സ് ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം ഊറ്റിക്കളയാം. ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. വെള്ളം ഒട്ടും പാടില്ല. അപ്പോൾ വെള്ളം ഒട്ടുമില്ലാതെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത സോയ ചങ്ക്സ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ വീതം മൈദയും കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നേരത്തെ ചേർത്തല്ലോ, അതുകൂടാതെ ഈ ഒരു സമയത്തും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് സോയ ചങ്ക്സ് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. സോയ ചങ്ക്സ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തനിയെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത 5 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തത് ചേർക്കാം. കൂടെ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒരു 1-2 മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കൊന്നും വേണ്ട. ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട് തന്നെ സവാളയും ക്യാപ്സിക്കവും പെട്ടെന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കോൺഫ്ലോറിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോസുകളൊക്കെ ചേർത്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതിയാവും കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചില്ലി സോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ കൂടെ ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്